Actually, I'm really happy now. You guys did a fantastic job. നമ്മുടെ ഈ ടീമിനെ കൊണ്ട് ഇത്രയും വലിയൊരു ഇവന്റ് ഇത്രയും നന്നായി ചെയ്യാൻ പറ്റും നിങ്ങൾ തെളിയിച്ചു. കൺഗ്രാറ്റുലേഷൻസ് ടു ദി ഹോൾ ടീം. എല്ലാവരോടും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അടുത്ത വർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിരിക്കും എന്ന്, അല്ലേ? അടുത്ത വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര തിരക്കായി സാർ. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ലാത്ത പോലെ. നമുക്ക് എപ്പോഴും വർക്കും ടെൻഷൻസിനെ കുറിച്ച് സംസാരിക്കാൻ സമയമുള്ളൂ. അതിൽ നിന്നൊക്കെ ഒരു ബ്രേക്കും ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? വിശ്രമം കിട്ടിയല്ലേ സാർ, വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ പറ്റൂ. സാർ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ്. ആക്ച്വലി എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, എൻ്റെ വൈഫ് സജസ്റ്റ് ചെയ്താണ്. നിങ്ങളുടെ നല്ല ഐഡിയ ആണെങ്കിൽ ഐ ആം റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്, നോ ഇഷ്യൂസ്. സർ, ഒരു ടൂർ വെച്ചാലോ? മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി, ബ്ലാക്ക് തണ്ടർ. മനോജെ, അറ്റ്ലീസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ ഏജ് യാർ. സാർ, മനോജന്റെ ഇപ്പോഴും സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എങ്കിലേ സാർ, ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി അവിടുത്തെ ഇവന്റ്സ് വിലയിരുത്തുന്ന രീതിയിലുള്ള ഒരു ടൂർ വെച്ചാലോ? വെരി ഗുഡ് ഐഡിയ. ഒരു കാര്യം ചെയ്യാതെ പോയി വന്നിട്ട് മനോജ് ഒരു വർഷം ശമ്പളം ഇല്ലാണ്ട് ജോലി ചെയ്താൽ മതി. ഐഡിയ ഞാൻ വെല്ലുവിളിച്ചേ. എനി സജഷൻസ്? സാർ, നമുക്ക് വല്ല റിസോർട്ടിലും ചില്ല് ചെയ്യാൻ പോയാലോ? നല്ലൊരു ഐഡിയ ആണ്, പക്ഷെ വേറെ എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് വേണ്ടേ നമുക്ക്? വേണം. അപ്പം എൻ്റെ വൈഫ് സജസ്റ്റ് ചെയ്ത പോലെ നമുക്കൊരു ടിക്ടോക്ക് കോമ്പറ്റീഷൻ വെച്ചിട്ട് വിന്നറിന് ഒരു 5,000 rupees ഗിഫ്റ്റ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സാർ. അയ്യോ സാർ, ഐഡിയ എനിക്കും ഭയങ്കര ഇഷ്ടമായി. ആരുടെ മുഖത്തൊരു സന്തോഷമൊന്നും കാണാനില്ലല്ലോ. ഒരു കാര്യം കൂടിയുണ്ട്, ടിക്ടോക്ക് വിന്നറിന് ഒരു ആഡ് ഓണും കൂടിയുണ്ട്. ജയിച്ചാൽ അവർക്ക് ഈ മാസം തന്നെ 2 ദിവസം എക്സ്ട്രാ ലീവ് ഉണ്ട്. അതും അവർ ഉദ്ദേശിക്കുന്ന ദിവസങ്ങളിൽ എടുക്കാം. So all the best. Thank you, sir. നമ്മൾ ജയിക്കണം. ഹലോ, ഇന്നെന്ത് പറ്റി? രാവിലോട്ട് ഇങ്ങനെയാണല്ലോ. ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഏട്ടന് ഭയങ്കര വിഷമായി പോയി കാണും. എടാ, വിഷമാവാൻ വേണ്ടിയില്ല ഇറങ്ങി പോകുന്നത്. അതെ, പക്ഷെ ഞാൻ വിചാരിച്ചത് 2 ദിവസം കഴിയുമ്പോൾ ഏട്ടൻ പറയും മീനു തിരിച്ചു വാ, കുഴപ്പമില്ല, നിനക്ക് അവനെ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന്. ഒന്നും ആയില്ല. ചേട്ടനും അനിയത്തിയും രണ്ടുപേരും മൈൻഡ് ഗെയിംസിന്റെ ആൾക്കാരാണല്ലേ. സ്നേഹം കൊണ്ടാവേ. സ്നേഹം കൊണ്ട് ഒന്ന് തോറ്റെടുക്കാൻ മടി അല്ലേ? എന്നെ കൂടുതൽ വിഷമിപ്പിക്കല്ലേ. സോറി. ഏട്ടൻ എന്നെ പറ്റി ആലോചിക്കുന്നുണ്ടാവോ? ഓഫ് കോഴ്സ്, തന്നെ എങ്ങനെ ഇവിടുന്ന് കൊണ്ടുവന്ന് എപ്പോഴും ആലോചിക്കുന്നുണ്ട്. അത് നിനക്ക് എങ്ങനെയാ അറിയാം? ഇൻസ്റ്റിങ്. എടോ, തന്റെ ചേട്ടന് തന്നെ കുറിച്ച് മാത്രമേ എപ്പോഴും ചിന്തയുള്ളൂ, അതാ മനസ്സിലാക്കണം. എന്നിട്ടാ ഇതുവരെ എന്നെ ഒന്ന് വിളിച്ചു ചോദിക്കാത്തത്? വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്തോണ്ടിരിപ്പുണ്ടാവും. നീ എന്തീ പറയണേട്ട്? എന്ത് പ്ലാൻ ചെയ്യാനാ? തന്നെ കൊണ്ടുപോകാൻ. അങ്ങനെ വന്നാൽ താൻ പോവും. അവയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ പോകുന്ന? എടോ, തന്റെ പ്രശ്നം തന്റെ ചേട്ടനെ കാണാൻ പറ്റാത്തതാണ്. ഞാൻ പറയുകയാണെങ്കിൽ തനിക്കൊന്ന് ഏട്ടനെ പോയി കാണാമല്ലോ. എനിക്ക് വയ്യ, എനിക്ക് ഏട്ടനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. താൻ തന്നെ ഏട്ടനെ പോയി കാണണം. വേറെ ആരും വെച്ചാൽ ഇങ്ങനെ പറയില്ല കേട്ടോ. ഐ എം സോ ലക്കി. സോ ലക്കി എന്ന് പറഞ്ഞ് തീർന്നില്ല, അപ്പോഴേക്ക് എത്തിയല്ലോ. 100 ആയുസാണ്. താങ്ക് യു. മീനു വാ, നമുക്ക് ടിക്ടോക്ക് പ്ലാൻ ചെയ്യാം. എന്ത് ടിക്ടോക്ക്? അതുകൊള്ളാം, നമ്മുടെ ഓഫീസിലെല്ലാവരും അതിന്റെ തിരക്കിലല്ലേ. 5ന്റെ പൈസ പൊട്ടിക്കാത്ത ഞങ്ങളുടെ MD 5,000 രൂപ ഗിഫ്റ്റ് ഓഫർ ചെയ്തിരിക്കണേ. പുള്ളിക്കാരന്റെ ഭാര്യയുടെ ഐഡിയ അത്ര. 2 ദിവസത്തെ ലീവും കിട്ടും, അത് നമുക്ക് ഇഷ്ടമുള്ള ദിവസം. വാ. ഞാൻ ഇല്ലടി, എനിക്കൊരു സുഖമില്ല. എനിക്കറിയാം നിനക്ക് മൂഡ് കാണില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. അതൊന്നുമല്ല, എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ചമ്മല. പിന്നെ എനിക്കിതൊക്കെ അറിഞ്ഞിട്ടല്ലേ. അയാളില്ലേ മീനു, ആ ശരത്ത് മനോജൊക്കെ, അവര് നല്ലൊരെണ്ണം പ്ലാൻ ചെയ്തിട്ടുന്ന കേട്ടെ. നമുക്ക് അതിനൊക്കെ നല്ലൊരെണ്ണം ചെയ്യണം. എടാ, നീ അവളെ വിട്. അവിടെ 2 സാറുമാർ ഒരു പണിയില്ലാതിരിപ്പില്ലേ, നീ അവരെപ്പോ വിളിച്ചേ? ഇവളുടെ മൂഡ് ഓക്കെ ആവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിക്കുന്നു. ലക്കി, എനിക്ക് ഈ മൂഡിൽ നിന്ന് മാറണ്ട. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരുക്കി നമുക്ക് ഏട്ടനെ പറ്റി കുറച്ചു നേരം സംസാരിക്കാം. ഞാനിപ്പോ നല്ല ഹാപ്പി മൂഡില്ല, സെന്റിമെന്റ്സ് ആവാനുള്ള മൂഡില്ലാതാ. സെന്റിമെന്റ്സ് ആവുമ്പോൾ മൂടൊക്കെ വേണം, നമ്മളങ്ങ് സെന്റി ആവുമല്ലേ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ സെന്റിമെന്റ്സ് ഒക്കെ അടിച്ചിരിക്കേ, ഞാൻ പോയി ഒരു അമേസിംഗ് ടിക്ടോക്ക് പ്ലാൻ ചെയ്യട്ടെ. ഓക്കേ, ബൈ. ഓൾ ദി ബെസ്റ്റ്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചില സമയത്ത് തോന്നും ഈ സാധനത്തിന് കുറച്ച് വട്ടുണ്ടോ. ആദ്യം അവളെ പരിചയപ്പെട്ടു എനിക്ക് അങ്ങനെ തോന്നി, പിന്നെ എനിക്ക് മനസ്സിലായി ചില സമയത്ത് മാത്രല്ലെന്ന്. എന്നാലും എന്റെ ഏട്ടൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. എന്താ നിന്റെ തീരുമാനം? എടാ, നീയും കൂടെ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റക്കാവില്ലടാ. നീ കൂടെ വാ, നമുക്ക് ഒരുമിച്ചോ. ജോലിക്കൊന്നും ഞാൻ വന്നാൽ ശരിയാവൂല, എന്റെ തല നിറച്ച കഥകളല്ലേ. അതാണ് ഇന്ന് എഴുതിയിട്ട് ശരിയാവുന്നു. ഞാൻ എന്തായാലും തീരുമാനിച്ചു. അപ്പൊ നിന്റെ ഡ്രീംസും പാഷനൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോഴത്തെ അത്യാവശ്യം സർവൈവലാണ്. നീ
അവിടെ പോയി കഴിഞ്ഞാൽ പുതിയ ജോലി, പുതിയ ഉത്തരവാദിത്തങ്ങൾ, പുതിയ സ്ഥലം, കംപ്ലീറ്റ് നിന്റെ പാഷൻ തകരുന്ന ഉറപ്പാണ്. അങ്ങനെയൊന്നും പാഷൻ പോകില്ല. എടാ നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ഇതൊക്കെ ഇങ്ങനൊന്നും ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ. അതിനെ ജോലിക്ക് പോകുന്ന DG അല്ല, സാമാണ്. കണ്ട നിനക്ക് ദേഷ്യം വരുന്നുണ്ടാ? നിനക്ക് ജോലിക്ക് പോകുന്നതിന് നല്ല സങ്കടമുണ്ട്, അതാണ് നിനക്ക് ദേഷ്യം വരുന്നത്. എനിക്ക് ദേഷ്യം സങ്കടമൊന്നും വരുന്നില്ല, നിനക്കാ സങ്കടം വന്നത്. എനിക്കെന്തിന്? ഇവിടെ ഇപ്പോൾ ജോലിക്ക് പോകാത്തത് നീ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട്. എനിക്ക് ഇവിടെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളാവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ചോദിച്ചാണ്. അല്ല, ജോലിക്ക് പോകാത്തതിന് എനിക്ക് ഒരു സങ്കടവും, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത്രയും വലുതായില്ലടാ, എനിക്ക് ഇനിയെങ്കിലും ഒരു ജോലിക്ക് പോകൂടെ? എടാ നീ പ്രഷറിന് കീഴടങ്ങി ജോലിക്ക് പോകുന്നു, എന്നെ ഇതിന് കിട്ടില്ല. ഐ എം ബ്ലഡി ഫോക്കസ്ഡ്. എനിക്ക് വേറെ ഒരു ജോലിയുടെ ആവശ്യമില്ല. ശരി, ഓക്കെ, കാണാം. ആർക്കും അവിടെ ജോലി വേണ്ടേ? ഇവനാണ് ജോലിക്ക് പോകാൻ ഭയങ്കര ആർത്തി മുത്തേക്കുന്നത്. സാമിന് എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴാണോ ആൾക്കാർ ജോലിക്ക് പോകുന്നത്? പഠിച്ച് വലിയ ജോലിയൊക്കെ കിട്ടിയിട്ട് വേണം പ്രശ്നങ്ങളൊക്കെ തീർക്കാനല്ലേ പറയാറ്. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഇവനത് ഇപ്പൊ തന്നെ ജോലിക്ക് പോകണം. ഞാൻ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി പറ്റുന്നില്ല. നീയും കൂടെ പറയൂ. അയ്യോ, ഒരാൾ ജോലിക്ക് പോവാൻ നിൽക്കുമ്പോ നീ എന്തിനാ മുടക്കണ്? ഇവന്റെ സ്വപ്നം തകർന്നു പോവില്ലേ? എന്ത് ജോലിക്ക് പോയിരുന്നാണോ സ്വപ്നം? അങ്ങനെയല്ല, ഇവൻ മറ്റേ കോടീശ്വര ബിസിനസ് സ്വപ്നം. അതൊക്കെ ജോലിക്ക് പോയാലും നടക്കൊക്കെ ചെയ്യും. ഇല്ല, അത് തോന്നലാണ്. അല്ല, ഈ സ്വപ്നം കാണാനല്ലേ ഞാൻ തന്നെ ഓഫീസിൽ നിന്ന് എന്തോരം സ്വപ്നങ്ങളെ കാണാറ്. അത് ഈ അവിടെ പണിയെടുക്കാതെ ഉറക്കം നോക്കി സ്വപ്നം കാണുന്നതല്ല, ഇത് സംഭവിപ്പിക്കണ്ടേ? അതെ, എൻ്റെ സ്വപ്നം, എൻ്റെ ജോലി, എൻ്റെ ഇഷ്ടം, അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ച് ബുദ്ധിമുട്ടണ്ട. ഓക്കെ, അപ്പൊ ആ പ്രശ്നം തീർന്നല്ലോ. വാ, ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ടിക്ടോക്ക് ചെയ്യാം. അതെന്തിനാ? അതൊക്കെ ഉണ്ട്, വാ പ്ലാൻ ചെയ്യാം. എനിക്കല്ലെങ്കിൽ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. എന്താ ടിക്ടോക്ക് നിന്നെ മാന്തിട്ടായിരുന്ന? കലാവാസനയില്ല, അതല്ലേ കാര്യം. അതെ, എനിക്ക് ഇന്റർവ്യൂവിന് ആളെ സമയമായി. അല്ലെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി ഇപ്പൊ തന്നെ പറയായിരുന്നു. ശരി കേട്ടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ കൊണ്ട് എനിക്കൊരു ഉപകാരമുണ്ടായി. അപ്പോൾ കലാവാസനയുള്ള മിസ്റ്റർ DIG, സിനിമ വേണോ വേറെ എന്തെങ്കിലും വേണോ, അതോ നിങ്ങളിത് കാണുക പോലത്തെ സാധനം വേണോ? സിനിമ ഏതാനും വേണ്ട, അത് ചിലപ്പോഴേ എനിക്ക് അസൂയ വരും. അപ്പൊ അസൂയൊക്കെയുണ്ടല്ലേ? അസൂയ ആർക്കട ഇല്ലാത്ത ഞാൻ ഈ നിക്കണം ഞാൻ. നീ ഇവരെ ചിരിപ്പിക്കല്ലേ, ചിരിച്ചാ ടിക്ടോക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സാധനം എടുത്താലോ? അത് ഫാസ്റ്റ് ആയിട്ട് എടുക്കാം അല്ലേ? എന്ത് ധൈര്യമുള്ള അകത്ത് ഇന്റർവ്യൂ കൂടെ എടുത്തിന് ഉറക്കം. ചേട്ടാ ചേട്ടാ, എന്തുറക്കമാണ് അകത്ത് ഇന്റർവ്യൂ അടയ്ക്കാണ്? ഉറങ്ങിയൊന്നുമല്ല, ഞാൻ മെഡിറ്റേഷൻ ചെയ്തതാണ്. എന്തിനാണ്? അത് മൈൻഡ് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിന്നെ പോലെ ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരും. ചേട്ടാ, എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. ഈ കണ്ണടച്ച് ഒന്നും കാണാത്തവരിരുന്ന ടെൻഷൻ മാറും? എന്നെ കണ്ടിട്ട് തോന്നുന്നു. ചേട്ടനെ കണ്ടല്ല ഉറക്കക്ഷീണമുണ്ട്, പക്ഷെ ടെൻഷൻ ഇല്ല കേട്ടാ. അത് ഉറക്കക്ഷീണമല്ല, കൂൾ എക്സ്പ്രഷനാണ്. എന്നെയും കൂടി ഒന്ന് പഠിപ്പിച്ചു തരുമോ റിലാക്സ് ആവാൻ? നിന്നെ പഠിപ്പിക്കാൻ എനിക്ക് കൂടാൻ പറ്റില്ല. ചേട്ടാ അങ്ങനെ പറയല്ല ചേട്ടാ, എൻ്റെ ഹാർട്ട് പട്ടപ്പെട്ടേന്ന് ഇടിക്കാനായിട്ടില്ലേ, ടെൻഷനാണ്, ഒന്ന് പഠിപ്പിച്ചാ പ്ലീസ്. എന്നാ ശരി, ശ്വാസം വലിച്ചു വിടും, എന്നിട്ട് അത് ശ്രദ്ധിക്ക്. ശ്വാസം വലിച്ചു വിട്ട് ശ്രദ്ധിച്ചാൽ ടെൻഷൻ മാറും. എടാ, അതിൻ്റെ ബേസിക് സ്റ്റെപ്പാണ്, വേഗം വലിച്ചു വിടും. ശ്രദ്ധിക്കും. ചേട്ടാ ഇങ്ങനെ ബേസിക്സ് വെച്ചുകൊണ്ടിരിക്കാണ്ട് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പറ, ഇപ്പോൾ വിളിക്കും. എടാ, ഇതിങ്ങനെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ, എന്നാലേ അതിൻ്റെ ടെൻഷൻ പോവുള്ളൂ. വേഗം വലിച്ചു വിടും. ശ്വാസം വലിക്കുക, വിടുക, വലിക്കുന്നു, വിടുന്നു, വലിക്കുന്നു, വിടുന്നു. ഇനി ഒരു 14 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ബ്രീത്ത് ഇൻ. ഇനി ആ ബ്രീത്ത് ശ്രദ്ധിക്കുക. സന്ദീപ് സത്യം ധ്യാനത്തിലാണ്, നേരത്താണ് വിളിക്കുക. റിലാക്സ്. സോറി. ഇപ്പോൾ എല്ലാവർക്കും ഒരു സുഖം തോന്നുന്നില്ലേ? ഇനി നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർക്ക് ആരെയാണ് വേണ്ടത്, അവർ നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, നമ്മൾ അവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ചേട്ടാ. പേടിക്കണ്ട, എല്ലാ കമ്പനിയിലും നിന്നെ പോലെ ഒരാളുണ്ടാവും. നമ്മളെങ്ങനെയാണ് സർ ചിന്തിക്കേണ്ടത്? പറയാം. നമ്മളൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ കമ്പനിയുടെ സ്റ്റാഫും അവർ കസ്റ്റമറും ആയിരിക്കും. ഒരു കസ്റ്റമർ സ്റ്റാഫിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒരു സർവീസ് ആവശ്യപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും, അതായിരിക്കും അവർ ഇൻ്റർവ്യൂവിൽ നോക്കുക. സൂപ്പർ ഏട്ടാ, തകർത്ത്. എനിക്ക് ഇന്റർവ്യൂ തിരക്കായി. ഞങ്ങൾക്ക് പിന്നില്ലേ ചേട്ടൻ ഇത് അവിടെ നിന്നൊക്കെ പഠിച്ചത്? ഇതില് പാടാണ് അത് പഠിക്കാൻ. എന്താണോ അത്?
സന്ദീപിനെ വിളിക്കാൻ പറഞ്ഞാൽ സന്ദീപിനെയാണ് അകത്തേറ്റി വിടണ്ടേ? അത് തനിക്ക് ഇഷ്ടമുള്ള ആളെയാണ് അകത്തേറ്റി വിടണ്ടേ? അല്ല സാറേ, അയാൾ നല്ല അറിവുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് സാറേ. അറിവുള്ള ആളോ? അതാരാ? ദേ ധ്യാനിയാണ് സാറേ, മഹാധ്യാനി. ആണോ? എന്നാൽ ധ്യാനി തന്നെ ആയിക്കോട്ടെ അടുത്ത്. എന്താ എൻ്റെ പേര്? സാം. പ്ലീസ് കം. പോയോ ഏട്ടാ, ചേട്ടന് മിനിമം ഒരു മാനേജർ പോസ്റ്റെങ്കിലും കിട്ടും. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. എന്ത് മനുഷ്യനാണല്ലേ. നന്നായി വരും. ഷോ, എനിക്ക് തലവേദനിക്കണോ? എന്തൊരു ബഹളത്. അത് ചൂടിന്റെ ആവും. ഞാൻ ചൂടായതൊന്നുമല്ല, കാര്യം പറഞ്ഞതാണ്. അതല്ല, വെയിലിന്റെ ചൂടാ. ഇതൊന്നും അല്ലടാ, ഇവര് ബഹളം വെച്ചിട്ടാണ്. അവര് ടിക്ടോക്ക് ചെയ്യല്ലേ? നീ അവരോട് പോയി പറ ശബ്ദം കുറയ്ക്കാൻ. ടിക്ടോക്ക് ചെയ്യുമ്പോ എങ്ങനെ ശബ്ദം കുറയ്ക്കാൻ പറയാ? ആ എന്നാ ശരി, ഞാൻ പോയി പറയാം. അല്ല ചേട്ടത്തി, ഒരു കാര്യം തുറന്നു പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത് കേട്ടോ. ഈ പരിഷ്കാരി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇതൊരുമാതിരി തലതെറിച്ച എണ്ണയും 35 ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണ പല്ലും ഇതൊരുമാതിരി കാട്ടുവാക്കാൻ സൈസ്. ഓ സൂപ്പർ ലക്കി, സൂപ്പർ പൊളിച്ച്. നിന്നോട് ഇവിടെ നിന്ന് എനിക്ക് മാർക്കടല്ല പറഞ്ഞ ഡയലോഗ് പറ. എജോ, ഞാൻ എജോ എന്ന് പറഞ്ഞല്ലേ? മതി, എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ഇത് പ്രാക്ടീസ് അല്ലേ, ടേക്കിൽ പറയും. എന്നാ പറ. ലക്കി ഒന്ന് ഒച്ച ഉറക്കും, എനിക്ക് തലവേദനിക്കണോ. ഞാൻ ഇവിടെ ഒച്ച കുറച്ച് നിന്റെ ചേട്ടനെ കാണാനിട്ടുള്ള തലവേന മാറില്ല. എനിക്ക് ഇതെങ്കിലും നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്യണം. എജോ, കുറച്ച മതിയല്ലോ. നീ എന്നതാണോ ഈ പറയുന്നത്? കോട്ടയം കുറിച്ചൊരു ഡയലോഗ് ഒന്നും അങ്ങനെ ഒച്ച കുറച്ച് പറഞ്ഞ ഏക്കത്തില്ലെന്നേ. ഉള്ളതാ. മീനു ഡി, നീ ഇവിടെ വന്നിരുന്ന് കാണ്. നല്ല ഹാപ്പിയോ? വാ. നല്ലല്ലേ? നല്ല സരിയ മീനു. ഏജോ. തലവേദന ഉള്ളപ്പോ ഇത്ര രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് എജോ, അതെ, എനിക്ക് എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ഷൂട്ട് ചെയ്ത് കൊടുക്കണം. വാടി ഏജ്, നമുക്ക് ചെയ്യാം. ഞാൻ ലാസ്റ്റ് ഡയലോഗ് പറയുമ്പോ എജോ എന്ന് പറയണം. പിന്നെ അവസാനത്തെ ഡയലോഗ് ഇല്ലേ, അത് പറയുമ്പോ മുഖം അടി കൊള്ളാനായിട്ട് ഇത് ഇവിടെ കൊണ്ടുവയ്ക്കണം. ഓക്കെ അല്ലേ? എല്ലാം ക്ലിയർ അല്ലേ? ഈ ഇപ്പൊ പറഞ്ഞ അടി ഉണ്ടല്ലോ, അത് ശരിക്കും കൊള്ളോ? കൊള്ളില്ല. ഞാൻ അഥവാ കൊണ്ടാലും സംഗതി കളിക്കാൻ മതി. കൊള്ളാതെ സംഗതി കേൾക്കാൻ പറ്റുകയാണോ കുറച്ചുകൂടെ നന്നായിരുന്നു. നീ ടെൻഷൻ ആവണ്ട, കൊള്ളില്ല. ഞാൻ അവസാനത്തെ ഡയലോഗ് പറയട്ടെ. ഓക്കെ? സ്വർണ്ണ പല്ലും ഒരു വരി കാട്ടുവാക്കാൻ സൈസ്. എഡോ ഏതോ അല്ല, ഇജു. അങ്ങനെ ജോപ്പോൾ അഞ്ചേരിയുടെ ജോ. ആ, സാധാരണക്കാര് പറയണ പോലെ പറയാൻ പാടില്ല. കുഞ്ഞൻ പറയുന്ന പോലെയാണ്. കുഞ്ഞൻ പറയുന്ന പോലെ. Exactly. കുഞ്ഞൻ. നോക്കാം ഒന്നൂടെ. സ്വർണ്ണ പല്ലും ഒരു മാതിരി കാട്ടുവാക്കാൻ സൈസ്. എജോ എന്നെയാണോ? നന്നായിട്ട് ഒച്ച പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്. അല്ലാതെ നന്നായി ഉണ്ടല്ലോ അല്ലേ? ലക്കി ഓക്കെയാണ്. നീ എത്ര പോരാ? നീ ശരിയാവുന്നുണ്ട്. നീ എന്തിനാ ചിരിച്ചേ? എനിക്ക് വലിയ പരിചയമില്ലാത്തോണ്ട് ക്യാമറ കൊണ്ട് അപ്പച്ചിട്ട് വരും. എന്നാ അധികം ചിരിക്കണ്ട, മനസ്സിലായ? ലാസ്റ്റ് ഡയലോഗ് നോക്കാം. മോളിക്ക് എന്നോട് എന്തുണ്ടെങ്കിലും തുറന്നു പറയാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോകാൻ പറ. നീ എന്തിനാ ഇത്ര അടുത്ത് മുഖം കൊണ്ടയ്ക്കാൻ പോയേ? അടി തെറ്റുണ്ടാവും കരുതിട്ട്. അതെ, അടി അതുകൊണ്ട് ഒട്ടും മാറിയില്ല. വേദന ഉണ്ടാ? വേദനകൾ അറിയുന്നില്ല. ആ, ഒരാള് വയ്യാണ്ടിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്താ ഇങ്ങനെയൊക്കെ തന്നെ വരും. നീ പ്രാകാരുന്നല്ല പാടെ വന്നിട്ട്. പ്രാകാൻ എനിക്ക് അറിയില്ല ഡിഐജി. ഓ, എന്ത് നെഗറ്റീവ് അടി നീ. ഒരേട്ടനുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലായനെ. ഹലോ, എനിക്ക് 3 ഏട്ടന്മാരുണ്ട്. ആ, അതാ പ്രശ്നം. എനിക്ക് ഒരേട്ടനേ ഉള്ളൂ, അതല്ലേ? അതെ ഫ്രണ്ട്സ്, നിങ്ങൾ നാളെ തുടർന്നോ. മീനു ഒന്ന് റെസ്റ്റ് എടുക്കുക. നീ പ്രാക്ടീസ് ചെയ്തോ. ഇത് ചെയ്യുമ്പോൾ നിന്റെ മോന്തര ഷേപ്പ് മാറാൻ കിട്ടിയ ഭാഗ്യം. എനിക്ക് മീനാണോ റെസ്റ്റ് എടുക്കുന്നത്? ആ അതെ. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? വേദന ഇപ്പം വരവ് പറഞ്ഞുകൊണ്ട് കുറച്ച് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്നാ നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കിയാലോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്ര അടിയടിയും സംഘടനൊന്നും ഇല്ലാത്ത എന്തിനും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇത് മാറ്റണോ? അല്ല ഞാൻ പറ. അല്ല, എന്നത് മാറ്റാല്ലേ? കിട്ടി. ബിടെക് ഗോൾഡ് മെഡലിസ്റ്റ്, MBA ഫ്രം IIM വിത്ത് ഗോൾഡ് മെഡൽ. വലിയ ക്വാളിഫിക്കേഷൻ ഒക്കെ ആണല്ലോ. പിന്നെന്താ ഇത്രയും കാലം എവിടെയും ജോബിന് കയറാതിരുന്നത്? സാർ, ഞാനത് എൻ്റെ ഒരു $1 മില്യൺ ബിസിനസ് ഐഡിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോഴും എൻ്റെ ആലോചന തന്നെയാണ്. അത് ശരി. അപ്പം അങ്ങനെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ താൻ ഈ ജോലി കളഞ്ഞിട്ട് പോകും അല്ലേ? ഇല്ല. എടോ, അങ്ങനെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ഇവിടെ ജോലിക്ക് വരേണ്ട കാര്യമില്ലല്ലോ. സത്യമായിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സാർ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇനി അങ്ങനെ ഒരു ഐഡിയ കിട്ടിയാലും എനിക്ക് ആദ്യം ജോലി തന്ന കമ്പനി എന്നുള്ള രീതിയിൽ ഈ കമ്പനിയുടെ മേജർ ഷെയർസ് വാങ്ങും. അപ്പോഴും ഞാൻ കമ്പനിയുടെ ഒരു ഭാഗം തന്നെ ആയിരിക്കും. എടോ, ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ജോബിന് തൻ്റെ ഈ ബയോഡാറ്റ ഒട്ടും മാച്ച് ചെയ്യുന്നില്ല. മാത്രമല്ല, താൻ ഇതിനെപ്പറ്റി വേണ്ടത്ര ആലോചിക്കാതാണ് ഈ ഇൻ്റർവ്യൂവിന് വന്നതെന്നാണ് എനിക്ക് ഊഹിക്കാൻ പറ്റണത്. കൂടി വന്നാൽ 1 മാസം. താൻ അത്രയും കാലം ഇവിടെ വരും. അത് കഴിഞ്ഞാൽ താൻ തന്നെ പാട്ടിന് പോകും. ഇല്ല സാർ, എനിക്കിപ്പോൾ ജോബ് അത്യാവശ്യമാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്.
തനിക്കിപ്പോൾ ഈ ജോലി ഞാൻ തന്നു കഴിഞ്ഞാൽ ഈ ജോലി കിട്ടേണ്ട ഈ റിസപ്ഷനിസ്റ്റിൻ്റെ ജോബിൻ്റെ ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഒരാളുടെ ചാൻസ് ഞാനായിട്ട് കളയും. മാത്രമല്ല വർഷങ്ങളോളം ഈ കമ്പനിയെ സേവിക്കേണ്ട ഒരു റിസപ്ഷനിസ്റ്റിനെ. ഞാൻ എന്തായാലും ഒരുപാട് കാലം ഈ കമ്പനിയിൽ ഉണ്ടാവും സാർ. എനിക്കിപ്പോൾ ഒരു ഭാരിച്ച ജോലി ഉത്തരവാദിത്വം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡ്രീമിൽ നിന്ന് വഴിമാറിപ്പോകും. അതാ നിങ്ങൾക്ക് എന്തായാലും ഈ ജോലി തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ അല്ലേ സാർ? നിങ്ങൾ ഓവർ ക്വാളിഫൈഡ് ആണ്, അതാണ് പ്രശ്നം. എന്നാൽ പിന്നെ അതിന് കുറച്ച് സർട്ടിഫിക്കറ്റ് എടുത്ത് മാറ്റിയേക്കും, അപ്പോൾ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല സാർ. സാർ എന്ത് വർത്താനായി പറയുന്നത്? ക്രിക്കറ്റിൽ 2 ഹാഫ് സെഞ്ചുറി വേണ്ടടുത്ത് 5 സെഞ്ചുറി അടിച്ചാൽ കുഴപ്പമാണെന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടല്ലോ. അത് ക്രിക്കറ്റ്, ഇത് ജോബ്. അതൊന്നുമല്ല സാർ. സന്ദീപിനെ വിളിച്ചപ്പോൾ ഞാൻ കയറ്റി വിടാത്തതിലുള്ള ദേഷ്യമാണ് സാർ. താൻ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. താൻ വേഗം പോകാൻ നോക്ക്. യോഗ്യത ഉള്ളവർക്ക് ജോലി കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ സാർ? യോഗ്യത കുറഞ്ഞവർക്കും കൂടുതലുള്ളവർക്കും ജോലി കൊടുക്കുന്നതാണ് മര്യാദ. എന്നാൽ പിന്നെ ഞാൻ പുറത്തിറങ്ങി പറഞ്ഞേക്കാം, ഇവിടെ യോഗ്യത കൂടുതലുള്ളവർക്കും ജോലിയില്ല, ഇരിക്കേണ്ട, വിട്ടോളാം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം, താൻ പോ. ഞാൻ ഈ കമ്പനിക്ക് ഒരു അസറ്റ് ആയിരിക്കുമോ നിങ്ങൾ വിചാരിക്കാത്തതാണ് എനിക്ക് വിഷമം. നിങ്ങൾക്ക് പോവാം. എന്നാലേ ഇങ്ങനൊരു കമ്പനി ജോലി എനിക്ക് താല്പര്യമില്ല. സാം നിൽക്കൂ. നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചാണ് നിങ്ങൾ റിസപ്ഷനിൽ ഇരിക്കേണ്ട ആളല്ല എന്ന്. അതുകൊണ്ട് മാർക്കറ്റിംഗിലേക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ ഞാൻ പ്രകോപിതനാക്കിയത്. നിങ്ങൾ ഫെയിലായി സാം. ഇത് സാറ് ഇപ്പം ഉണ്ടാക്കിയതല്ലേ? സാം, യു ക്യാൻ ഗോ. നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല. എന്നാൽ ഒന്നുകൂടെ നോക്കിയാലും സാർ പ്രകോപിച്ചോളൂ. ജസ്റ്റ് ലീവ്. പതുക്കെ, പ്രകോപിപ്പിക്കണ്ട. ഇവിടുത്തെ മാർക്കറ്റിംഗ് ആയിട്ടല്ലേ നിങ്ങൾ എൻ്റെ ടെസ്റ്റിലും പരാജയപ്പെട്ടു. ഇവനൊക്കെ ആരുടെ? വെൽ ഡൺ പാർവതി, ഗുഡ് ജോബ്. ഇതുവരെ കണ്ടതെല്ലാം നല്ല എക്സെപ്ഷണൽ പെർഫോമൻസസ് ആണ്. ഇനി നെക്സ്റ്റ് ആരുടെയാണ്? ഞങ്ങളുടെയാണ് സാർ. മനോജ്. ഓക്കെ ദെൻ പ്ലേറ്റ്. ഒത്തിരി ദൂരം പോണോ? അടുത്താ. കൊപ്രക്കളത്തില് കൂലിപ്പണിക്ക് പോവുമായിരിക്കും അല്ലയോ? അല്ല, അതെ അതെ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചോരില്ലാത്തവന്മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. സൈക്കിളിൽ ചവിട്ടിയാ മതി. അല്ല, പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടാ? കായംകുളത്താ. പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഓ, ചേട്ടന്റെ നാടെവിടാ? മുണ്ടക്കയത്താ. എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. സൈക്കിളെ വിട്ടോ? അയ്യോ, അയ്യോ, എന്റെ മനോജ് നല്ലൊരു സീന് നന്നായിട്ട് നശിപ്പിച്ചു. സോ കഴിഞ്ഞോ? എന്റെ കൂട്ടി ഉണ്ട് സാർ. അല്ല, കിടണ്ടോ? ഗുഡ്. പ്ലേറ്റ്. കൊള്ളാലേ? താങ്ക് യു സാർ, താങ്ക് യു. സോ എല്ലാവരും നന്നായി ചെയ്തു. കോമ്പറ്റീഷൻ നല്ല സ്പിരിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു വിന്നർ അനൗൺസ് ചെയ്തേ പറ്റൂ. ആൻഡ് ദ വിന്നർ ഈസ് അനുരാജ് ആൻഡ് പ്രീണ. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിന്യ തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ? മഹർഷേ, എന്തേ പോലെ? അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ?
അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട് അതോ 2-3 10-40 വണ്ട് കൂടിയിട്ടല്ലേ ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്നത്? നശിപ്പിച്ച് ചോദിക്കാണ്ടോ? 10-40 വണ്ട് കൂടെ പിന്നെ നശിക്കൂലേ? എന്റെ അബ്ദുക്ക നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ, അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ പറഞ്ഞ് കൊളാക്കരുത് കേട്ടോ. മലബാറിൽ 7 മഹർജി ജനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മഹർജിയൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തനായിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളൂ. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. ഓഫീസിലെ എല്ലാവരും ഡിയാച്ചിനെ കുറിച്ച് അന്വേഷിക്കായിരുന്നു, അറിയോ? നീ പറഞ്ഞില്ല എന്തൊരു ഗംഭീര എഴുത്തുകാരനാണെന്ന് പെൺകുട്ടികളോടൊക്കെ. ഇപ്പൊ എഴുത്തുകാരൻ മാത്രമാണ്, നടനും കൂടി ആയില്ലേ? ദൈവമേ, ഇനെന്തൊക്കെ കാണാൻ കിടക്കുന്നത് എന്തോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങളൊരു മണ്ടത്തരം കാണിക്കുന്ന, പക്ഷെ സൂപ്പറായിരുന്നു. മീനുവിന്റെ ശക്തമായ തലവേദനയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനമായി. എന്തായാലും മീന് ഹാപ്പി ആയിട്ട് കണ്ടല്ലോ, അത് മതി. അതിന് ചേട്ടന്റെ മെസ്സേജ് ഒക്കെ വന്നില്ലേ? ചേട്ടന്റെ മെസ്സേജ് നോക്കട്ടെ, കാണിച്ചു കൊടുക്കും. അടിപൊളി. ഇത് ഫോർവേഡഡ് മെസ്സേജ് അല്ല. അത് കുഴപ്പമില്ല, ഏട്ടനാണ് ഇത് കണ്ടുപിടിച്ചത് തന്നെ. ഈ മെസ്സേജ് അയക്കാൻ തന്നെ ഏട്ടൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പാവം. നീ അത് വിട്ടോളാം, നമുക്ക് വേറെ ജോലി നോക്കാം. അതല്ലടാ, അയാൾ എന്നെ ട്രാപ്പ് ചെയ്തതാണോ അതോ അയാൾ വീണെടുത്ത് കിടന്ന് ഉരുണ്ടതാണോ എന്ന് മനസ്സിലാകുന്നില്ല. ഒരു പിടി കിട്ടുന്നില്ല. നിനക്ക് വല്ല വട്ടുണ്ടോ ഈ റിസപ്ഷനിസ്റ്റിന്റെ ജോലിക്കൊക്കെ പോകാനായിട്ട്? നീ അത് വിട്ടോളാടാ. എനിക്ക് ഒരു പുതിയ കഥയുടെ ഐഡിയ കിട്ടി. അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും എൻ്റെ വക ചെലവ്. നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും പോയി റെഡി. എടാ വി, ഒരു മിനിറ്റ്. പൈസ ആണെന്ന് പറയാനല്ലേ? അതെന്തായാലും വേണ്ടി വരും, പക്ഷെ അതിനല്ല. പിന്നെന്തിനാണ്? എന്താണ്? ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, ആ മീനാക്ഷിയുടെ ഏട്ടൻ മഹി, അയാൾ വല്ലാത്തൊരു ഏട്ടനാണ്. എന്താണ്? എടാ ഒന്ന് തെളിച്ച് പറയോ, അല്ലെങ്കിൽ തന്നെ ഒന്ന് ക്ലാരിറ്റി ആവാതിരിക്കുക. അന്ന് ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നൊരു പ്രൊഡ്യൂസറില്ലേ, അത് മീനാക്ഷിയുടെ ഏട്ടനാടാ. അതെങ്ങനെ? എടാ, അന്ന് അയാൾ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് മീനാക്ഷിനെ പറ്റിയാണ്. എനിക്കിന്ന് ഫോട്ടോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഞാൻ തമാശ പറഞ്ഞില്ല, ശരിക്കും ഇതിനകത്തൊരു റൊമാൻറ്റിക് കോമഡി പ്ലോട്ടില്ലേ. എന്നൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് തന്നെ എഴുതാൻ അറിയുന്ന ആരെയും കൊണ്ട് എഴുതിച്ചേക്ക്. എടാ പുച്ചിഷ്ട, നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലല്ലോ, നീ ചുപ്പരാവും. മോനെ, നീ എഴുതിക്കോ, ക്ലൈമാക്സ് ഞാൻ സെറ്റ് ചെയ്ത് തരാം. കഥ ധാരാളം ശരിയാക്കി തന്നെ ഉണ്ട്. ഗെയിം ഓവർ. കിടക്കും.